ഡോക്ടർ, മരുന്ന് കഴിച്ച കോർട്ടിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കേസ് കഴിയുന്നവരെങ്കിലും മരുന്നൊന്ന് നിർത്തിക്കോട്ടെ. നോ, മെഡിസിൻ മുടക്കരുത്. അവരോട് വേറെ വക്കീലിനെ നോക്കാൻ പറ. സോ ആൻഡ്രിയ താരിയം, നിങ്ങൾ നോർത്ത് അല്ലേ? അതെ സർ. നോർത്തിൽ എവിടെയാ? ത്രിപുരയാണോ? മേഘാലയ. മേഘാലയ. പക്ഷെ മലയാളം നന്നായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാ, ഇതുപോലുള്ള തൊഴിലിനിറങ്ങുമ്പോൾ എല്ലാ ഭാഷയും പഠിക്കാമല്ലോ. അല്ല, എത്ര കാലമായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒബ്ജക്ഷൻ യുവർ ഓണർ. കോർട്ടിൽ അതുപോലെയൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. പ്രൂവ് ചെയ്യുന്ന എന്തിനാ? ചോദ്യങ്ങൾ ചോദിച്ചൂടെ മിസ്റ്റർ ഭാരത്? ശരി, എന്നാ വേറെ രീതി ചോദിക്കാം. ഈ പയ്യന്മാരെ കരക്കെടുക്കുന്ന ജോലി എത്ര നാളായി തുടങ്ങിയിട്ട്? This is a lie. I do nothing of this sort. ആൻഡ്രിയ, ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണമെന്നൊന്നുമില്ല. സർ, ഞാനൊരു ലീഡിംഗ് സലൂണിൽ ടോപ്പ് സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. I have been wrongly accused. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രിയിൽ വെങ്കിയുടെ കൂടെ തനിയെ എന്തിനാ റൂമിലേക്ക് പോയത്? ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി. രണ്ടുപേരും ഒരുപാട് നേരം റൂം ഉപയോഗിച്ചല്ലോ. Yes, but I was. ഈ ബെബബൊന്നും ആവശ്യമില്ല. എനിക്ക് ഉത്തരവാണ് വേണ്ടത്. യെസ് ഓർ നോ എന്നുള്ള ക്ലിയർ കട്ട് ഉത്തരവാണ് വേണ്ടത്. Yes, I stayed for a while. ഓക്കെ, റൂമിലേക്ക് രണ്ടുപേരും പോയി. ആ റൂമിന്റെ വാതിൽ ആരാണ് അടച്ചത്? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലല്ലേ? എന്നാ ഞാൻ പറയട്ടെ, നിങ്ങളാണ് അടച്ചത്. മറന്നു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചല്ലേ? നിങ്ങളുടെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. അന്ന് റിസോർട്ടില് CCTV ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. ആദ്യം വെങ്കി അകത്തേക്ക് പോകുന്നു, തൊട്ടുപുറകെ ഫോളോ ചെയ്ത് താനും പോകുന്നു. അകത്ത് കയറിയ ഉടനെ നിങ്ങൾ രണ്ട് കൈ കൊണ്ടും വാതിലടയ്ക്കുന്നു. That maybe I did. That's all, Your Honor. I would like to cross Your Honor. മിസ് ആൻഡ്രിയ, നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നതല്ലേ? അല്ലേ? മേഘാലയ, മേഘങ്ങൾ, ക്ലൗഡ്സ്, ബ്യൂട്ടിഫുൾ മ്യൂസിക്, ഫുട്ബോൾ. ഇതിനും കേസിനും തമ്മിൽ എന്താണ് ബന്ധം ഭരത്? ഐ തോട്ട് ദർ ഈസ് യുവർ ഓണർ. VT മുകേഷ് ആന്ധ്രയിൽ നിന്ന് വന്നതാണെന്ന് ആരും ചോദിച്ചില്ല. ഡോക്ടർ കേരളത്തിൽ നിന്നാണോന്നും ചോദിച്ചില്ല. ഇൻസ്പെക്ടർ അമൃതയോടും ചോദിച്ചില്ല. മാനേജറോടും ചോദിച്ചില്ല. സോ ഐ തോട്ട് സത്യമൂർത്തി സാർ ആൻഡ്രിയോട് മാത്രം ചോദിക്കുന്നതുകൊണ്ട് അതിലെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ. Sir, I feel as a northeastern girl I have been verbally harassed more than the average Indian girl. ബട്ട് മിസ് ആൻഡ്രിയ, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ തന്നെ ബാത്റൂം ഉണ്ടായിരുന്നല്ലോ. അതുപയോഗിക്കാതെ തനിച്ച് അവൻ്റെ കൂടെ എന്തിനാ ആ മുറിയിലേക്ക് പോയത്? അവൻ എന്നോട് ആ റൂമിൽ ഫ്ലഷ് വർക്ക് ആവുന്നില്ലെന്ന് പറഞ്ഞു. He told me to go to the other room. ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല, but it was Adik's room. What could I do? ഓക്കെ, അപ്പം നീ തനിച്ചല്ല പോയത്. Adik said the room was locked. വെങ്കിയോട്ട് പോയി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. And he just followed me inside. അവന് പകരം നീ എന്തിനാ കഥ കടച്ചത്? I was in a rush. അവൻ ലൈറ്റ് ഓൺ ചെയ്തു. അതത്ര കാര്യമൊക്കെ ഇല്ല. കഥ അടയ്ക്കുന്നത് പെൺകുട്ടികൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയാം. ഫെയർ ഇനഫ്. പക്ഷെ നീ എന്തിനകത്ത് തന്നെ ഇരുന്നത്? അവിടെ എന്ത് ചെയ്യായിരുന്നു? മറുപടി പറയും മിസ് ആൻഡ്രിയ. കോടതിക്ക് അത് കേൾക്കണം. When I came back from the bathroom, എല്ലാ ലൈറ്റും ഓഫ് ആയിരുന്നു. I called Venki few times but he didn't answer me. എനിക്ക് പുറത്തു വരാൻ പേടിയായിരുന്നു. I came out slowly and then അവൻ എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്യാൻ തുടങ്ങി. എന്നെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൻ അടുത്തേക്ക് വന്ന് എന്നെ എന്നെ യുവർ ഓണർ, എന്തിനാ ആൻഡ്രിയ ആ റൂമിൽ പോയതെന്നും എന്തിനാ അത്രയും നേരം വൈകിയതെന്നും സത്യമൂർത്തി സാറിന് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ എന്നെ ഒരു വുമൺ സേഫ്റ്റി മാനുവൽ ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആഴമായി ചിന്തിപ്പിച്ചു. അതിലെ റൂൾ നമ്പർ 1, ഏതൊരു പെണ്ണും ഒരു പയ്യൻ്റെ കൂടെയും തനിച്ചെവിടെയും പോകരുത്, അതും റിസോർട്ടിലേക്ക്.
പ്രധാനമായും റിസോർട്ടിലെ ടോയ്ലറ്റിലേക്ക് പോകാനേ പാടില്ല. അങ്ങനെ പോയാൽ അവിടെയുള്ളവർ ഓട്ടോമാറ്റിക്കലി ഈ പെൺകുട്ടി എല്ലാത്തിനും റെഡിയാണെന്ന് വിചാരിക്കും. അത് അവളായിട്ട് അവളെ തൊടുന്നതിനും മറ്റു പലതും ചെയ്യുന്നതിനും അവളായിട്ട് ലൈസൻസ് കൊടുക്കുന്നത് പോലെയാണ്. ഭരത് സാറേ എന്തിനാ കോടതി വന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? സത്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞൂടെ സാറേ? അടുത്തതായിട്ട് വെങ്കി എന്ന വെങ്കടേശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ആൻഡ്രിയുടെ കൂടെ മറ്റൊരു റൂമിലേക്ക് തനിച്ചു പോയിരുന്നല്ലേ? യെസ് സർ. CCTV ഫുട്ടേജിൽ രണ്ടുപേരും ഒരുപാട് സമയം ചെലവഴിച്ചായി കാണിച്ചു, ശരിയാണോ? അതെ സർ. അത്രയും സമയം നിങ്ങൾ എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? സർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ എങ്ങനെ തുറന്നു പറയാനാ? സാറ് തന്നെ ഊഹിച്ചോളൂ. He's lying. നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കേ. എന്നിട്ട് സർ, അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് റേറ്റിൻ്റെ കാര്യമൊന്നും നീ പേടിക്കണ്ട, മീര ആദിയോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നെ കിസ് ചെയ്തിട്ട് എൻ്റെ ഷർട്ട് ബട്ടനെ കഴിക്കാൻ തുടങ്ങി സർ. ഈ പേടികൊണ്ട് ഞാൻ ആകെ വേർത്തുപോയി. ഞാൻ അവളെ തള്ളി മാറ്റിയിട്ട് ഞാൻ അത്രക്കാരനല്ലെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. തള്ളി വിട്ടെന്നൊക്കെ പറഞ്ഞ കോടതി എങ്ങനെ വിശ്വസിക്കുന്ന വെങ്കടേഷേ? നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരൻ, ആൻഡ്രിയ നല്ലൊരു ചെറുപ്പക്കാരി, ഒരു കൗമാരക്കാരിയുടെ കൂടെ റൂമിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല, അഡ്വൈസ് ചെയ്യുമായിരുന്നതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അതൊരിക്കലും വിശ്വസിക്കാനാവില്ല. സർ, ഞാൻ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഐ മീൻ എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. സർ, ഞാൻ നല്ലൊരു കുടുംബത്തിലെ പയ്യനാ സർ. ഐ ഒബ്ജക്ട് എന്തിനാ സാറേ ടു ദിസ് ഓക്വേർഡ് പെർഫോമൻസ്. ഇവൻ അഭിനയിക്കുക സർ. അന്ന് രാത്രി മുഴുവൻ ഇവൻ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്തോണ്ടിരുന്നത്. ഓഹോ, ഇവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ തോന്നല്ലോ. അറിയണമല്ലോ, നമുക്കറിയണം. ഫമിദ ബാനെ വിചാരണ ചെയ്യാൻ അനുവദിച്ചാലും യുവർ ഓണർ. നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടു ചെലവ് നിങ്ങളാണോ നോക്കുന്നത്? അതെ നിങ്ങളുടെ അനിയൻ ഒരു സ്പെഷ്യൽ ചൈൽഡ് അല്ലേ? അതെ ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസ ആവില്ലേ? ആകും. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാ? 40,000. 40,000. കയ്യിൽ എത്ര കിട്ടും? 30,000. ലോൺ എന്തെങ്കിലും ഉണ്ടോ? സർ, ഒരു പേഴ്സണൽ ലോണും ഹോം ഡെവലപ്മെന്റ് ലോണും ഉണ്ട്. ഹോം ഡെവലപ്മെന്റ് ലോൺ. അപ്പോൾ എപ്പോഴും കാശ് നിങ്ങൾക്ക് ആവശ്യം വരുമല്ലേ? സർ, ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? ആരെങ്കിലും പൈസ തന്ന് സഹായിക്കുന്നുണ്ടോ? അതല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ ചോദിക്കുന്നത് എന്താന്ന് ബന്ധമില്ലാതെ വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്? എപ്പോഴും പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, പക്ഷെ പൈസ തന്നാരും സഹായിക്കുന്നില്ല, ശരിയല്ലേ? ഇതൊക്കെ എന്തിനാ സർ ഇവിടെ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചതിന്റെ കാര്യം ആദ്യ വിചാരണ ചെയ്തതിന് ശേഷം മറുപടി ഞാൻ പറയുന്നതായിരിക്കും. അന്ന് രാത്രി എന്താ നടന്നേ ഒന്ന് പറഞ്ഞേ. അന്ന് രാത്രി ഞങ്ങൾ EDM റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു സാർ. ഒബ്ജക്ഷൻ. തുടങ്ങിയില്ലല്ലോ സാറേ, പിന്നെ എന്തിനാ ഈ ഒബ്ജക്ഷനൊക്കെ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം മിസ്റ്റർ ആദിക്, നിങ്ങളൊരു ടോപ്പ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടി. അത് വേണ്ടാന്ന് വെച്ച് പിന്നെ എക്കണോമിക്സ് പഠിച്ചു. ആദ്യം നിങ്ങൾ ചെന്നൈയിലെ ഒരു ലോക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. പിന്നെ കിങ്സ് കോളേജിൽ വെച്ചാണ് നിങ്ങളുടെ പഠിപ്പ് അവസാനിപ്പിച്ചത്. ഇത്രയും പഠിപ്പുള്ള നിങ്ങൾക്ക് അറിയില്ലേ, കഷ്ടമുണ്ട്. പോക്കറ്റിൽ നിന്ന് കൈയെടുക്ക്, ഇത് കോടതിയാണ്. ഷുവർ. സാർ, അന്ന് രാത്രി മ്യൂസിക് ഫെസ്റ്റിവലിലാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ കണ്ടതും ചിരിച്ചു പെട്ടെന്ന് ക്ലോസ് ആയി. നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയില്ലേ ഒരു പരിചയമില്ലാത്തവര് പെട്ടെന്ന് ക്ലോസ് ആയപ്പോൾ? പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. നല്ല ഫ്രണ്ട്ലി ആയി ഇടപഴകണമെന്ന് വിചാരിച്ചേ. എന്നാൽ റിസോർട്ടിൽ വെച്ചുള്ള ചില ഹിൻസാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയത്. ഹിൻസ്? ഏത് രീതിയിലുള്ള ഹിൻസ്? അത് പിന്നെ രണ്ടുപേരായിട്ട് പോവാം, ഞങ്ങൾ വേണ്ട രീതിയിൽ കണ്ട എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം. അപ്പൊ പോലും ഒന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല അല്ലേ? ഇല്ല സാർ, പക്ഷേ റൂമിൽ വെച്ച് മദ്യപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്താ 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 ഓപ്പൺ ആയിട്ട് പറഞ്ഞേ? അത് പിന്നെ കാശ് തന്ന കാര്യങ്ങൾ നടക്കുമെന്ന്. ഇല്ലില്ല, എനിക്ക് മനസ്സിലായല്ലോ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. സാർ, ഒറ്റയ്ക്ക് റൂമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. പിന്നീട് അതിനുശേഷം നിങ്ങൾ പേടിച്ചു പോയി. അതെ അത് സർ. കഴിഞ്ഞ് ഒബ്ജക്ഷൻ. എന്തിനാ അവനെങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നേ? സത്യമൂർത്തി സാറേ, നിങ്ങൾ തന്നെ പറ. നേരത്തെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു തന്നെയല്ലേ അവൻ തിരിച്ചു പറയാൻ പോകുന്നത്? നിങ്ങളുടെ സമയം ലാഭിക്കാം. മിസ്റ്റർ സത്യമൂർത്തി, ഡോണ്ട് ലീഡ് ദ വിറ്റ്നസ്. യെസ് സർ. സാർ, റിസോർട്ടിൽ വെച്ച് മീര എനിക്ക് മദ്യം തന്നതിന് ശേഷമാണ് എന്നെ ടച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഞാനും റെസ്പോണ്ട് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവള് പെട്ടെന്ന് എന്നോട് കാശ് ചോദിച്ചപ്പോൾ ഞാൻ ഷോക്കായി. എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട്, നീ എന്നോട് സഹകരിക്കുന്നോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട, ആദ്യം കാശ് എടുത്ത് വെക്ക്, അല്ലെങ്കിൽ നീ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അലറി വിളിക്കൂ എന്ന് പറഞ്ഞു. ആ സമയം നിങ്ങൾ കാശ് തരാമെന്ന് പറഞ്ഞില്ലല്ലേ? ഇല്ല സാർ. പിന്നീട് അതിനുശേഷം കാശ് കൊടുക്കാത്ത ദേഷ്യത്തിൽ എന്നെ തള്ളിയിട്ട് കുപ്പിയെടുത്ത് എൻ്റെ തലക്കടിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, ഐ വുഡ് ലൈക്ക് ടു ക്വസ്റ്റൻ യു. മിസ്റ്റർ ആദിക്, കുറച്ച് നേരം മുമ്പ് നിങ്ങൾ അവരെന്തോ ഹിൻസ് തന്നെന്ന് പറഞ്ഞല്ലോ.
എങ്ങനെയുള്ള ഹിൻഡാ തന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇത്തിരി ഫ്രാങ്കായി ഇടപെടാൻ തുടങ്ങിയിട്ട് ശരീരത്തിലൊക്കെ തൊട്ട് സംസാരിക്കാൻ തുടങ്ങി. ഓ, സംസാരിച്ച് കഴിഞ്ഞായിരുന്നോ? അത്രേ ഉള്ളൂ. നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു, അതിനുശേഷം തൊട്ടും സംസാരിച്ചു. സോ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള റൂൾസ് ഉണ്ടാക്കുമ്പോൾ ഇതുകൂടെ ചേർക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് റൂൾ നമ്പർ 2. ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനോടും ചിരിച്ചുകൊണ്ടോ തൊട്ടുകൊണ്ടോ സംസാരിക്കരുത്. കാരണം ആ പയ്യനത് ഹിൻഡായിട്ട് തോന്നാം. ചിരിച്ച് സംസാരിച്ച ആ പെണ്ണെല്ലാത്തിനും ഓക്കെ ആണെന്ന് അർത്ഥം. ചിരിച്ച് സംസാരിക്കുന്നതും തൊട്ട് സംസാരിക്കുന്നതും മനുഷ്യന് സ്വതവേ ഉള്ളൊരു ബിഹേവിയറാണ്. സ്ത്രീകൾ അതുപോലും ചെയ്യാൻ പാടില്ലേ? ആണുങ്ങൾ ചിരിച്ച് സംസാരിക്കുന്നത് പോലെ പെണ്ണുങ്ങൾ ചിരിച്ച് സംസാരിച്ച അവർ ഐറ്റം മാറൂലേ? അവർക്ക് മോശം ക്യാരക്ടറാണല്ലേ? മറ്റേത്, മറിച്ചത്, എക്സെട്ര എക്സെട്ര എക്സെട്ര. എടാ മച്ചു, ന്യൂസിലൊക്കെ കാണിച്ചില്ലേ ആ സാധനം ഇതാടാ. സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങളുടെ അസോസിയേഷനിലുള്ള ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കൂടെ കൂടെ ആണുങ്ങൾ വന്ന് പോകാറുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ കൃഷ്ണൻ, രാത്രി വീട്ടിൽ വരുന്ന ആൺകുട്ടികൾ, ഇടയ്ക്ക് വരുന്ന പിള്ളേര്, അതവരുടെ ഫ്രണ്ട്സായിക്കൂടെ? ഒരുപക്ഷെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. എന്നിട്ട് അവരവിടെ വന്നിട്ട് എന്താ ചെയ്യുക? എപ്പോഴെങ്കിലും നിങ്ങൾ അവരുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് സാറേ പറ്റുന്നത്? അടുത്ത വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റല്ലേ സാർ? അപ്പോൾ നിങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ടേയില്ല? ഇല്ല സാർ. അപ്പം നിങ്ങൾ അവരിവർക്ക് കാശ് കൊടുക്കുന്നതോ അവരൊരുമിച്ച് ബെഡിൽ കിടക്കുന്നതോ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. പക്ഷേ ഒന്നുകിൽ ഇല്ലെന്ന് പറയാം, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാം. അതല്ലാതെ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കോർട്ടിൽ പറയാൻ പാടില്ല. യുവർ ഓണർ, ഇദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദേ ആർ മെയർലി പ്രിജൂമി തിങ്സ്. പക്ഷേ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് റൂൾ നമ്പർ 3. പെൺകുട്ടികൾ ലേറ്റായിട്ട് വരാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഘടികാരമാണ് ഒരു പെണ്ണിൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. രാത്രി ഒരു പെണ്ണ് തനിച്ച് നടന്നു പോയാൽ റോഡിലൂടെ പോകുന്ന വണ്ടി സ്ലോയാകും, ഗ്ലാസ് താഴേക്കിറക്കും. എന്താണെന്നറിയില്ല, ഇത്തരത്തിലുള്ള നല്ല ചിന്തയൊന്നും പകലാർക്കും ഉണ്ടാവാറില്ല. നെവർ.